എല്ലാവർക്കും SR കറിവേഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ദുബായ് വൈറൽ ചീസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി ആദ്യം തന്നെ നമുക്ക് കേക്കിൻ്റെ ട്രേ റെഡിയാക്കി എടുക്കണം. പിന്നെ നമ്മുടെ ഓവൻ സെറ്റപ്പ് റെഡിയാക്കാനായി ഞാൻ സ്റ്റൗ ടോപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായി ഒരു ചരുവ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി വേണ്ടത് 4 കോഴിമുട്ടയാണ്. 4 കോഴിമുട്ടയുടെ യെല്ലും വൈറ്റും സെപ്പറേറ്റ് ആക്കി എടുക്കേണ്ടതുണ്ട്. യെല്ലോൻ്റെ ഒരു തുണ്ട് അംശം പോലും വൈറ്റ് പോർഷനിൽ ഉണ്ടായിരിക്കാൻ പാടില്ല കേട്ടോ. എന്താ വെച്ചാൽ അപ്പോൾ ബീറ്റ് ചെയ്താൽ കിട്ടില്ല. ഇപ്പം ഞാൻ 2 സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കുക. ഇനി വൈറ്റ് പോർഷൻ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പാത്രം കമിഴ്ത്തി പിടിച്ചാൽ പോരാത്ത ലെവലിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട, നിങ്ങൾക്കറിയാം, പാത്രം കമഴ്ത്തി പിടിക്കുമ്പോൾ അത് പോരുന്നില്ല. ഇത് ഇനി മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ യെല്ലോ പോർഷനിൽ 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഈ ഒരു വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി വേണ്ടത് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പും ഇട്ടിട്ട് 3 പ്രാവശ്യം അരിച്ചെടുത്തതാണ് കേട്ടോ. ഇത് ഇതിലേക്ക് 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് വൈറ്റ് പോർഷൻ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഒറ്റയടിക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. അതിൻ്റെ സോഫ്റ്റ്നെസ് പോവാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. സാവധാനത്തിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ മുഴുവനും ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ കേട്ടോ. ഇനി ഇത് കേക്കിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. ഇനി ഒരു സ്റ്റിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത്. ഇനി നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ് ഇട്ട് ഇടയ്ക്ക് നിങ്ങൾ തുറന്ന് നോക്കാൻ മറക്കരുത്. അപ്പോൾ അതേ 45 മിനിറ്റിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കണത്. നമ്മുടെ ഇവിടെ കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇനി ഇത് തണുത്തതിന് ശേഷം മാത്രം അതിന്ന് എടുക്കാം. ഇനി നമ്മുടെ ഇതിൻ്റെ മുകളിലേക്കുള്ള ക്രീം റെഡിയാക്കി എടുക്കാനായി 100 ഗ്രാം ബട്ടറും കുറച്ച് ക്രീം ചീസും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കുറച്ച് മധുരത്തിന് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് അടിപൊളി ക്രീമാണ് കേട്ടോ. നമ്മുടെ കേക്കൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് റീമോൾഡ് ചെയ്തെടുക്കാം. കണ്ട, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ സോഫ്റ്റ്നെസ്. അല്ല, ഇനി ഇത് 2 ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി മറ്റേ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ക്രീം തേച്ച് ലെവലാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ സാധാ കേക്ക് ഉണ്ടാക്കണ പോലെയൊന്നും ക്രീം തേച്ച് വെച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ചഡാർ ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. നല്ല ഫിനിഷൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ ഇത്. ഇനി ഇത് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ടേസ്റ്റ് തന്നെയാണ്. അടിപൊളി ദുബായ് വൈറൽ ചീസ് കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. താങ്ക് യു.